ഹലോ ഡിയേഴ്സ്, നമുക്കിന്ന് എങ്ങനെ ഒരു പെരി പെരി അൽഫാം ചിക്കൻ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. അതിനകത്ത് ഞാൻ ഉപ്പ്, പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പുതിന, മല്ലി, ഇതെല്ലാം കൂടെ ഞാൻ അരച്ച് വെച്ച പേസ്റ്റാണ് കേട്ടോ. ആ പേസ്റ്റ്, പിന്നെ അതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ ഗരം മസാല ഐറ്റംസ് എല്ലാം കൂടെ വറുത്ത് പൊടിച്ചതാണ്. അതെല്ലാം കൂടെ ഞാൻ ഇതിനകത്തേക്ക് മിക്സ് ചെയ്യണം കേട്ടോ. മസാല നന്നായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിച്ച് വെക്കണം. നന്നായിട്ട് മസാല എല്ലാം നല്ല മിക്സ് ചെയ്യുന്ന രൂപത്തിൽ തേച്ച് പിടിപ്പിച്ച് വെച്ചതിന് ശേഷം നമ്മളത് ഫ്രൈ ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ. ആദ്യം നമ്മൾ ചിക്കൻ ക്ലീൻ ആക്കിയതിന് ശേഷം അത് നന്നായിട്ട് അതിനൊന്ന് ഇതാക്കിയെടുക്കണം, സോഫ്റ്റാക്കി നമ്മളൊന്ന് നല്ലോണം വരഞ്ഞൊക്കെ എടുക്കണം. അപ്പോഴേ മസാല അതിനകത്ത് പിടിക്കത്തുള്ളൂ. ഓക്കെ, ഞാൻ ഇത് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുത്തതാണ് ഫ്രൈ ചെയ്യാനായിട്ട്. 2 മണിക്കൂർ നമ്മൾ മാഗ്നേറ്റ് ചെയ്യാനായിട്ട് ചിക്കന് വെക്കണം. അതിന് ശേഷം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഓരോ പീസുകളായിട്ട് അതിനകത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ടെടുത്ത് നല്ല രീതിയിൽ ഒന്ന് മൊരിഞ്ഞകം ഉൾവശം മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് അതിനെ മറിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അധികം അങ്ങ് ഫ്രൈ ആവേണ്ട. അതിനുശേഷം നമുക്കിവിടെ കുറച്ച് സോസ് ഉണ്ടാക്കാനായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ഗ്രേവി ഉണ്ടാക്കാനായിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് കുറച്ച് മുളക് പൊടി, നമ്മൾ ടൊമാറ്റോ പേസ്റ്റ്, കുറച്ച് നാരങ്ങ നീര്, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് ചൂടാക്കിയ പേസ്റ്റാണ് കേട്ടോ. ആ പേസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കണം. ഒഴിച്ച് എല്ലാ ചിക്കനിലും നന്നായിട്ട് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോഴാ ഒരു ടേസ്റ്റ് വരും. ആ ഗ്രേവിയുടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായം പറയണേ. ഓക്കെ, അത് ഞാൻ നന്നായിട്ട് ശരിയായിട്ടുണ്ട് ഇപ്പം. അതിന് ശേഷം ഞാൻ വേറൊരു പാനിലേക്ക് അത് മാറ്റും കേട്ടോ. അതിനെ മാറ്റി വെച്ചിട്ട് നമ്മൾ അൽഫാം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും കനലിട്ട് കൊടുക്കണമല്ലോ അല്ലേ. ഞാൻ അതിനായിട്ട് വേറൊരു പാനിലേക്ക് മാറ്റിയതിന് ശേഷം ഇവിടെ ഞാൻ കനലിട്ട് കൊടുക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ, പുകയ്ക്കാൻ വേണ്ടി. അങ്ങനെ ഞാൻ പുക വെച്ചതിന് ശേഷം ഞാൻ നന്നായിട്ട് അടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നല്ലൊരു മണമൊക്കെ വരും കേട്ടോ. അതിന് ശേഷം ഞാനിതെടുത്തതാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.